MS എന്തായാലും ഒരു അഭിനേതാവും സംവിധായകനും ഒരുമിച്ച് കലോത്സവ വേദിയിൽ കണ്ടുമുട്ടിയപ്പോഴുള്ള കാഴ്ചയാണ് എന്തായാലും നമ്മൾ ഇപ്പോൾ കാണുന്നത്. ഇതാണ് സംവിധായകൻ, ഇത് അഭിനേതാവ്. ആദ്യം സംവിധായകനിലോട്ട് പോകണോ അഭിനേതാവിലോട്ട് പോകണോ എന്നാണ്. എന്താ മോളുടെ പേര്? മെസ്ന. വീട് കണ്ണൂർ. ഇപ്പൊ കണ്ണൂരാണ് പോയിന്റ് നിലയിൽ മുന്നിൽ നിൽക്കുന്നത്. കാണുമ്പോ എങ്ങനെ തോന്നുന്നു, എങ്ങനെ ഫീൽ ചെയ്യുന്നു? നല്ല സന്തോഷമുണ്ട് കണ്ണൂർ തന്നെ ജയിക്കുന്നതിൽ. കഴിഞ്ഞ വർഷത്തെ പോലെ ഈ വർഷവും കണ്ണൂർ തന്നെ കപ്പടിക്കണം എന്നാണ് ആഗ്രഹം. അതിനെന്തായാലും സമയം ഇനിയുണ്ട്. കണ്ണൂർ കപ്പടിക്കോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് പിന്നെ കണ്ടറിയാം. ഐറ്റംസ് ഇനിയുണ്ട്, നിരവധി ഐറ്റംസ് ഇനിയുണ്ട്. എന്തായാലും മോൾ എന്തിനു പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്? കവിതാരചന മലയാളം ഇന്നലെ കഴിഞ്ഞു, A ഗ്രേഡ് ഉണ്ട്. അപ്പൊ A ഗ്രേഡ് കിട്ടിയ ഒരു കൊച്ചാണല്ലേ നമ്മുടെ കൂടെ നിൽക്കുന്നത്. മെസ്നയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് രചനാ മത്സരങ്ങളിൽ എപ്പോഴും മികവ് പുലർത്തുന്ന ഒരാളാണ് മെസ്ന എന്ന് പറയുന്നത്. വളരെ കൊച്ചു ആയിരിക്കുന്ന മുതലേ എനിക്ക് അറിയുന്ന ഒരു ആളാണ് മെസ്ന. സ്വന്തമായിട്ട് ഒരു സമാഹാരം പുറത്തിറക്കിയ ഒരു സ്വപ്നമാണ്, നടക്കും തോന്നുന്നു. കഥ എഴുതുന്നു, കവിത എഴുതുന്നു, അങ്ങനെ ഒരു വളരെ അല്ല അഭിനയിക്കുന്നു. നല്ല അഭിനയമാണ്, നല്ല മിടുക്കിയാണ്. ഒരു ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചു എന്നുള്ളതാണ്. അത് പിന്നെ ഇവിടെ പ്രസക്തമല്ല, എങ്കിൽ കൂടി നല്ല മിടുക്കി ആയിട്ടുള്ള കുട്ടിയാണ് മെസ്ന. മറ്റു വിശേഷങ്ങളൊന്നും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പറഞ്ഞേ. മെസ്നയുടെ എഴുത്തിന്റെ വിശേഷങ്ങൾ പറയും. കഴിഞ്ഞ വർഷത്തെ സംസ്ഥാന കലോത്സവത്തിൽ, കൊല്ലത്ത് വെച്ച് നടന്ന കലോത്സവത്തിലും പങ്കെടുത്ത് A ഗ്രേഡ് കിട്ടിയിരുന്നു. പിന്നെ സംസ്ഥാന സർക്കാരിന്റെ ഉജ്ജ്വലബാല്യം അവാർഡും മുല്ലനേഴി കാവ്യപ്രതിഭാ പുരസ്കാരവും ഗാന്ധി പുരസ്കാരവും അങ്ങനെ പല പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അധ്യാപക സംഘടനകൾ നടത്തിയ മത്സരത്തിലെല്ലാം സംസ്ഥാന തലത്തിൽ 1ാം സ്ഥാനം കിട്ടിയിട്ടുണ്ട്. കുറേ മത്സരങ്ങളിൽ അങ്ങനെ സംസ്ഥാന തലത്തിൽ 1ാം സ്ഥാനം കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇപ്രാവശ്യത്തെ കവിതാരചനാ മത്സരത്തിന്റെ വിഷയം ഇനി അവർ പറയട്ടെ എന്നായിരുന്നു. ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് എഡിറ്റർ ഒരു അറിയപ്പെടുന്ന ഒരു കവിയാണ് MS ബനീഷ്. അദ്ദേഹമാണ് ഇപ്പോൾ വാർത്ത അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ. സ്വാഭാവികമായിട്ടും എന്താ പറയുക, ഒരു വളർന്നു വരുന്ന ഒരു കവി, അവിടെ ഒരു കവിയുണ്ട്, നമ്മുടെ സ്റ്റുഡിയോയിൽ ഒരു കവിയുണ്ട്, ഒരു കവിത്രി, കവി എന്നല്ല കവിത്രി, അതാണ് അതിന്റെ ശരിയായൊരു പ്രയോഗം എന്ന് പറയുന്നത്. അങ്ങനെ ഇനിയിപ്പം യഥാർത്ഥത്തിൽ ഇനി കവിതയിലേക്കാണോ അല്ല കഥയിലേക്കാണോ അല്ല രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാനാണോ ആഗ്രഹിക്കുന്നത്? രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാനാണ് ആഗ്രഹം. പക്ഷെ കവിതയാണ് എനിക്ക് ഇഷ്ടവും. എനിക്ക് നാച്ചുറൽ ആയിട്ട് വരുന്നത് തന്നെ കവിതയാണ്. കവിതയോട് ഒരു പ്രത്യേക ഇഷ്ടമാണ്. ഇത് കവിത, കഥ എന്നതിനപ്പുറത്തേക്ക് മറ്റ് ഏതൊക്കെ മത്സരങ്ങളുണ്ട്? ഏതെങ്കിലും മത്സരങ്ങളിൽ ഇന്ന് ഇവിടെ പങ്കെടുക്കുന്നുണ്ടോ? ഇല്ല, ഇവിടെ കവിതാരചനയിൽ മാത്രമാണ് സംസ്ഥാന തലത്തിൽ പങ്കെടുത്തത്. ജില്ലാതലത്തിൽ ഉപന്യാസ രചനയിൽ മത്സരിച്ച് A ഗ്രേഡ് ഉണ്ടായിരുന്നു. എനിക്ക് കൊല്ലത്തെ നമ്മുടെ ഈ സമാപന സമ്മേളനത്തിൽ മമ്മുക്ക ട്രോഫി കൊടുക്കുന്നു. ആ ട്രോഫി വാങ്ങുന്ന ടീമിൽ മെസ്ന ഉണ്ടായിരുന്നു. അല്ല, അതിനു മുന്നേ പോയി അല്ലേ? അതിനുശേഷം അവിടെ കണ്ണൂര് ഇവർക്കൊക്കെ നൽകിയ വരവേൽപ്പില് മെസ്ന വളരെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന മുഖം, ആ ഒരു നേട്ടം, അതെ ചിരി നല്ല ക്യൂട്ടാണ്. നമ്മളെ അന്ന് പിന്നെ ആ കണ്ണൂര് സ്വീകരണമൊക്കെ കിട്ടിയല്ലോ. ആ സ്വീകരണത്തെ എങ്ങനെയാ കാണുന്നത്? അന്ന് ചാമ്പ്യന്മാരാണ്, ഈ നിലവിലെ ചാമ്പ്യന്മാരാണ്. കഴിഞ്ഞ വർഷമാണ് ഞാൻ ആദ്യമായിട്ട് സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുത്തത്. ആ സമയത്ത് തന്നെ കണ്ണൂരിന് കപ്പ് കിട്ടിയപ്പോൾ ഒരു പ്രത്യേക ഫീലായിരുന്നു. പോയിന്റ് ഒക്കെ നമ്മൾ ആദ്യം തൊട്ടേ നല്ല ക്യൂരിയോസിറ്റിയോടെയാണ് കണ്ടത്. അവസാനം കിട്ടിയപ്പോൾ വളരെ സന്തോഷമായി. ഇത്തവണ നമ്മൾ കൊണ്ടുപോടാ കവിയത്രിയോട് ഒരു സംശയം ചോദിക്കാനുണ്ട്. അതായത് ഈ കവിത എഴുതുമ്പോൾ ഇവരുടെ മനസ്സിലേക്ക് വരുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികൾ എന്താണെന്ന് അറിയാൻ വലിയൊരു ആത്മസംഘർഷത്തിലൂടെയാണോ കടന്നു പോകുന്നത്? ആത്മസംഘർഷത്തിലൂടെയാണോ? നമ്മളിത് കണ്ടിട്ടുണ്ട്, ചിന്ത വരണം, ആ ചിന്ത പിന്നെ വാക്കായി കിട്ടണം, അങ്ങനെ കുറെ ടെൻഷൻ അങ്ങനെ വരാറുണ്ടോ? മത്സരമാകുമ്പോൾ മത്സരത്തിൻ്റെതായ ഒരു ചെറിയ ടെൻഷൻ ഉണ്ട്. കവിത എഴുതാൻ അങ്ങനെ പ്രത്യേകിച്ച് ടെൻഷൻ ഇല്ല. വിഷയം കിട്ടിയാൽ പിന്നെ ആ വിഷയത്തിന്റെ ലോകത്തായിരിക്കും, അതിനെക്കുറിച്ചുള്ള ചിന്തകളും അതെല്ലാം ആയിരിക്കും മനസ്സിൽ. പിന്നെ ടെൻഷൻ അങ്ങനെ ഉണ്ടാകും. മാതൃകയാക്കിയിട്ടുണ്ടോ ഈ കവിത എഴുത്തിലോ മറ്റെന്തെങ്കിലും കാര്യം? അങ്ങനെ ആരെയും മാതൃകയായിട്ട് സ്വീകരിച്ചിട്ടില്ല. എല്ലാവരും വായിക്കും. ഓരോരുത്തരിൽ നിന്നും ഓരോത് പഠിക്കാനുണ്ടാകുന്നാണ് വിശ്വസിക്കുന്നത്. പിന്നെ എൻ്റെ സ്കൂളിലെ അധ്യാപകർ മധുമാഷെല്ലാം എന്നെ കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എഴുതാൻ വേണ്ടിയിട്ട്. വിനയ എന്തുകൊണ്ടാണെന്നറിയാം കവിത എഴുതാത്തത്? നേരത്തെ പറഞ്ഞല്ലോ കുറെ ചിന്താധാരകൾ ഇങ്ങനെ വരണം, അങ്ങനെ ചിന്തിക്കണ്ടല്ലോ എന്ന് കരുതിയാണ് വിനയ കവിത എഴുതാത്തത്. ടാലിയായി പോകുന്നില്ല, നമുക്കത്ര കഴിവൊന്നും പ്രത്യേകിച്ചില്ലാത്തതുകൊണ്ട്. പക്ഷെ നിന്റെ സംവിധായകൻ സംവിധായകൻ അതെന്തായാലും നമ്മൾ പ്രേക്ഷകരോട് പറയാണ്, സിനിമ വല്ലതും എടുക്കാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ സംവിധായകൻ ഇവിടെ റെഡിയാണ്. നമ്മുടെ
അതെ നമ്മൾ ട്രോളുന്നു അല്ലേ, ചുമ്മാ ട്രോളുന്നതാണ്. അതെ അതെ, അത് കുഞ്ഞിനറിയാം. ചെറുപ്പത്തിലേ നമ്മൾ കാണുന്നതുകൊണ്ട് കൃത്യമായിട്ട് അറിയാമല്ലോ മോളെ നമ്മൾ എന്താണ് ഏതാണ്. അല്ല, മറ്റു മേഖലകൾ ഇനിയിപ്പോ ഏതൊക്കെയാ നോക്കുന്നത്? ഈ എഴുത്തിന്റെ മേഖലയ്ക്ക് അപ്പുറത്തേക്ക് നൃത്തം പഠിക്കുന്നുണ്ട്. ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം എല്ലാം അരങ്ങേറ്റം കഴിഞ്ഞിട്ടുണ്ട്. രണ്ട് സ്റ്റെപ്പ് ഒരു ആംഗ്യം കാണിച്ചത്. അത് ജഡ്ജസ് പ്ലീസ് നോട്ട് ആ കോഡ് നമ്പർ ഒക്കെ വേണമല്ലേ മിസ്നയ്ക്ക്? അതെ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേദിയാണെങ്കിൽ മിസ്നെ കളിച്ചേനെ. പക്ഷെ ഇത് വേദിയല്ല, അതുകൊണ്ടാണ്. എന്നാൽ നമുക്കൊരു പാട്ട് പാടിയാലോ മിസ്നെ? നമുക്ക് ഒരുമിച്ച് ഒരു പാട്ട് പാടിയാലോ? ഏതെങ്കിലും ഒരു പാട്ട്. അതെ അതെ, മെസ്നയുടെ കവിതയിൽ 2 വരികൾ. കവിതയിലെ വരിയൊന്നും ഓർമ്മയില്ല. അതെ, സേഫായി ഇങ്ങനെ രക്ഷപ്പെട്ടു പോവാണ് ആള്. സിനിമാ പാട്ട്. അതെ അതെ, നാടിൻ നന്മകനെ പൊന്മകനെ വേണ്ട, അത് നിരോധിച്ചു. ഇനി അതെ, ഏതാ പാട്ട്? ഇഷ്ടമല്ല പാട്ട്. ഏതാ പാട്ട്? ഞാൻ പാടൂല. അയ്യോ, ഞാൻ പാട്ട് പാടി നിങ്ങൾ എല്ലാവരും പാടുപെട്ടു, അതുകൊണ്ട് നമുക്ക് ഒഴിവാക്കാം. ഇനി മെസ്നയെ പോലുള്ള ഒരുപാട് പ്രതിഭകളുടെ വിശേഷങ്ങളുമായി ഞങ്ങൾ വീണ്ടും വരും. അപ്പം ഒപ്പന സ്റ്റേജിൽ തുടങ്ങിയിട്ടുണ്ട്. ഒപ്പനയുടെ പ്രധാനപ്പെട്ട ആളാണ് വിനയ. അപ്പം മെസ്നെ, ഓൾ ദ വെരി ബെസ്റ്റ്. തകർക്കണം, കപ്പടിക്കണം കേട്ടോ. അപ്പൊ ഇത്തവണയും കപ്പ് കണ്ണൂരിലേക്ക് തന്നെ കൊണ്ടുപോകണം എന്നാണ് മെസ്നയുടെ ആഗ്രഹം. അപ്പോൾ അവസാന ദിവസം വരെ ഇവിടെ ഉണ്ടാവും? ഇല്ല, ഇന്ന് പോകും. എന്തായാലും ഓൾ ദ ബെസ്റ്റ് മോളെ. ഓക്കെ, അപ്പോൾ മെസ്ന ഇനിയിപ്പോൾ കവിതാ സമാഹാരം പുറത്തിറക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അത് പുറത്തിറക്കട്ടെ. നമുക്ക് മറ്റ് കലോത്സവ വിശേഷങ്ങളിലേക്ക് എന്തായാലും കടക്കാം.